ശശി പിന്നെ എത്ര ഇപ്പോൾ ഏജ് എത്രയാന്ന് അറിയില്ല നമുക്ക്. ചേച്ചിയുടെ ഏജ് അറിയില്ല. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ 42 കാണിക്കുന്നുണ്ട്. കറക്റ്റാണ്. അതല്ല ചോദ്യം, അതല്ല. ഈ സിനിമയിൽ 78 വയസ്സല്ലേ? എത്ര വയസ്സായിട്ട് അഭിനയിക്കുന്നത്? അപ്പൊ നല്ലൊരു സ്വന്തം ഏജുമായിട്ട് നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ചാലഞ്ചിങ് ഉണ്ടായിരുന്നു ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ അഭിനയിച്ചപ്പോൾ? ചലഞ്ചിങ് ആ ഒരു ക്യാരക്ടറെ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറല്ലേ. അപ്പോൾ അതിന്റെ ആ ഒരു നടക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാ രീതികളും വ്യത്യാസമാണല്ലോ. അതെല്ലാം ഒരു ചലഞ്ചിങ് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ. എൻ്റെ ഏജുമായിട്ടോ എൻ്റെ സ്വഭാവമായിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം അത് ചെയ്യും. ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം അതും എനിക്ക് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ കമൽഹാസൻ സാറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് ഇടുന്നത് അതുപോലെ അഴിച്ചു മാറ്റുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു വിഷ്ണുക്ക്? അധികം മേക്കപ്പ് ഹെയറിലായിരുന്നു വേണ്ടി വന്നിരുന്നത്. എന്നുവെച്ചാൽ ആ ഒരു മനവേട്ടനാണ് അത് കറക്റ്റായിട്ട് പറയുക. അപ്പം അത് ഞാൻ പറഞ്ഞേട്ടനോട് കൊടുക്കട്ടെ. അത് നമ്മള് സാധാരണ ഏജ് ആക്കി മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കറുപ്പിക്കുക, കണ്ണിൻ്റെ അടി കറുപ്പിച്ച് ഫുൾ ഷെയ്ഡ് ഇട്ടാണ് ചെയ്യണത്. നമ്മൾ ഇതൊരു അമ്മ കാണാൻ തറവാടിയായ അമ്മയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കറുപ്പിച്ച ഷെയ്ഡ് ഉണ്ടാകുന്ന ഞാൻ തോന്നിയിരുന്നു. നമ്മൾ അത്യാവശ്യം ചെറിയ ഷെയ്ഡുകൾ ഇട്ട് ഏജ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആ ഏജ് പരമാവധി എത്തിക്കുക. അത് ഒരുപാട് കറുപ്പിക്കുക, ബ്ലാക്ക് ചെയ്യാതെ നല്ല പ്രോസ്തെറ്റിക് ചെറിയ ചെറിയ ഈ ഷെയ്ഡുകൾ, ചെറിയ ലൈൻസ് ഒക്കെ ഇട്ട് അങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഏജ് ഫീൽ കിട്ടും. ഒന്ന് ആളുടെ ആ തറവാട് ആ മുഖത്തെ ആ പ്രസൻസ് നല്ല പ്രസൻ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് 42 വയസ്സ് മാത്രമുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഈ ഗെറ്റപ്പിലോട്ട് മാറ്റുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് ആണ്. ഞാനിപ്പോൾ ചെയ്ത് പിന്നെ ഈ രഞ്ജിത്ത് ചെയ്ത ക്യാരക്ടറും രഞ്ജിത്ത് കണ്ടാൽ രഞ്ജിത്താണ് തോന്നുന്നില്ല. അത് ഭയങ്കര ഡിഫറെൻ്റായിരുന്നു, ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിരുന്നു. അതും നല്ല ഞാൻ ചെയ്യണം കഴിഞ്ഞാൽ കൂടുതൽ മേക്കപ്പ് ചെയ്ത് ഈ ഗെറ്റപ്പുകൾ ചെയ്യണം എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യം. അപ്പം അങ്ങനെ അതിനുവേണ്ടി വേറെ സ്റ്റഡി ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഇയ്യോബിൻ്റെ പുസ്തകം സിനിമയിൽ ആ ഒരു ക്യാരക്ടറും നമ്മൾ നേരിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അതുപോലത്തെ ഒരാളുടെ എല്ലാവരും ഗെറ്റപ്പ് വ്യത്യാസമായിരുന്നു. പിന്നെ ഏജ് പിന്നെ ചെയ്തൊരു പരീത് പണ്ടായിരുന്ന പടത്തിൽ ഷാജു, അങ്ങനെ കുറേ ഏജ് ഗെറ്റപ്പ് കുറേ ചെയ്തിരുന്നു. പിന്നെ എഴുത്തോല പടത്തിൽ നിഷാ സാരെങ്കിൽ ഒരു 75 വയസ്സായ ഒരു ആശാദ്യമായിട്ട് അഭിനയിച്ചത്. പക്ഷെ ആ ക്യാരക്ടർ അവർ അരഞ്ഞു കിടക്കുന്ന ആശാദ്യം. അപ്പോൾ അതിന് വേണ്ടി കൂടുതൽ കുറച്ച് ഡാർക്ക് വിഷൻ കൂടുതൽ ചെയ്ത് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇത് ഒരു വീട്ടിലിരിക്കുന്ന നല്ലൊരു പ്രൗഢയായ ഒരു അമ്മയായിരുന്നു. അപ്പോൾ അത് ആ ഒരു മേക്കപ്പ് ആണ്. ആരും ഈ പറഞ്ഞ പോലെ ഇത്രയും ഏജുള്ള ക്യാരക്ടർ ചെയ്യാൻ നടിമാർ താല്പര്യപ്പെടാറില്ല. ശരിക്കും ഈ 18 വർഷത്തെ കാലത്തിന് ശേഷം ഇത് എത്രത്തോളം രചിക്ക് ഇനി ക്യാരക്ടറുകളുടെ ബഹളമായിരിക്കും ഈ സിനിമ ആവട്ടെ, പ്രാർത്ഥിക്കുന്നു. വയസ്സായ കഥാപാത്രം ഇതിൽ നിന്ന് വ്യത്യാസത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയസ്സായ കഥാപാത്രം ചെയ്യും. അതല്ല, കഥാപാത്രം ചെയ്യും. ഈ ക്യാരക്ടറിന് ശേഷം ഇനി കഥാപാത്രങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷയാണല്ലോ ജീവിതം. എന്റെ പേര് തന്നെ അതിന്റെ ആശയാണ്. ആശ എന്നുള്ളത് പ്രതീക്ഷ. അപ്പം പ്രതീക്ഷയാണ്. 18 കേട്ടോ, 14 ആ ഒരു പ്രതീക്ഷയായി സിനിമ.